ആയോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ് സെല്ലിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് അവരുടെ സെൽ വാളാണ്. അതുപോലെ അവരുടെ റിജിഡിറ്റി അല്ലെങ്കിൽ ആ ഷേപ്പ്, ആ ഒരു സ്റ്റെബിലിറ്റി നൽകുന്നത് പ്ലാന്റിൻ്റെ സെൽ വാളാണ്. സോ ഇവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽ മോളിക്യൂൾസിനെ ഈ സെൽ വാളിൻ്റെ മേലെ സെക്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. സോ അങ്ങനെയുള്ള ആ ഒരു എക്സ്ട്രാ സ്റ്റെബിലൈസിങ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്ട്രെങ്ത് കൊടുക്കുന്ന ഈ ഒരു സെൽ വാളിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യൂട്ടിൻ. ക്യൂട്ടിൻ എന്ന് പറയുന്നത് വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. അതായത് വെള്ളത്തിന് ആയിട്ട് ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ളതാണ്, വാട്ടറിന് റിപ്പല് ചെയ്യും. ആൻഡ് ഇംപെർവിയസ് ടു വാട്ടർ ആൻഡ് ഗ്യാസസ്, നമ്മളുടെ മെഴുകു പോലെയാണ്. അവർ വാട്ടറിനും ഗ്യാസിനും ഒന്നും പെർമിറ്റ് ചെയ്യില്ല, കടത്തി വിടില്ല. ഓക്കെ, ആൻഡ് ദേ ഗെറ്റ് ഇംപ്രഗ്നേറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് എപ്പിഡെർമൽ സെൽ. എപ്പിഡെർമൽ സെൽ എന്ന് വെച്ചാൽ എന്താണ്? പ്ലാന്റിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് സെല്ലിനെയാണ് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഒരു ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലാണ്, ഇഷ്ടിക ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സെല്ലാണ്. ഇവിടെ കാണാൻ പറ്റും, ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്. ഈ എപ്പിഡെർമിസിന് മേലെയായിട്ട് ക്യൂട്ടിന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ക്യൂട്ടിൻ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടില്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലെയർ പോലെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഈ ലെയറിനെയാണ് നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ cuticle is present above epidermis. Okay, so the impregnation of plant cell wall with cutin is called cutinization. ഓക്കെ, അതായത് പ്ലാന്റ് സെല്ലിൻ്റെ മേലെ ഇങ്ങനെ ക്യൂട്ടിൻ വെച്ച് ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നതിനെയാണ് ക്യൂട്ടിനൈസേഷൻ എന്ന് പറയുന്നത്. ആ ലെയറിനെയാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അവർ വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ എപ്പിഡെർമിസിൻ്റെ മേലെ എന്തൊക്കെ പ്രസൻ്റ് ആയിരിക്കും? സ്റ്റൊമാറ്റോ പ്രസൻ്റ് ആയിരിക്കും. സ്റ്റൊമാറ്റോ കൂടിയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും എക്സ്ചേഞ്ച്. അതുപോലെ ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ട്. ട്രാൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ, സെല്ലിൻ്റെ ഉള്ളിലുള്ള വാട്ടർ അറ്റ്മോസ്ഫിയറിലോട്ടേക്ക് എസ്കേപ്പ് ചെയ്തു പോകും. സോ ഇവർ വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്യൂട്ടിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ മിനിമൈസ് ചെയ്യും, അതായത് വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യും. ആൻഡ് ദേ ആർ ഓൾസോ റെസിസ്റ്റൻറ്റ് ടു മൈക്രോബിയൽ ആക്ഷൻ. അതായത് മൈക്രോബ്സ് ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ് ക്യൂട്ടിക്കിൾ അല്ലേ. അപ്പം ഈ മൈക്രോബ്സ് ഇൻവൈഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ പാത്തോജൻസ് ഒക്കെ പ്ലാന്റിനെ ഇൻവൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് ക്യൂട്ടിക്കിൾ ആക്ട് ചെയ്യും. ദിസ് എനേബിൾ ടു അഫോർഡ് പ്രൊട്ടക്ഷൻ ടു ലിവിങ് ടിഷ്യൂസ് ഫ്രം ഇൻവേഡിങ് പാത്തോജൻസ്. ഓക്കെ, സോ ഇതാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഏറ്റവും ഔട്ടർമോസ്റ്റ് എപ്പിഡെർമിസ് ഉണ്ടാവും, അതിൻ്റെ മേലെ ക്യൂട്ടിൻ ഡെപ്പോസിറ്റ് ചെയ്യും, അതിനെയാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വാക്സ്. വാക്സ് നമുക്കെല്ലാം അറിയുന്നതാണ് അല്ലേ. ദേ ആർ ഫാറ്റി ആസിഡ് ആണ്, ഇൻസോല്യൂബിൾ വാട്ടർ ഇൻസോല്യൂബിൾ ഫാറ്റി സബ്സ്റ്റൻസ് ആണ് വിത്ത് വെരി ഹൈ മോളിക്കുലാർ വെയ്റ്റ്. വാട്ടർ ഇൻസോല്യൂബിൾ ആണ്, അതായത് വെള്ളമായിട്ട് സോല്യൂബിൾ അല്ല, വാട്ടർ റിപ്പല്ലൻ്റ് തന്നെയാണ്. ഇൻ മെനി പ്ലാന്റ്സ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് വാക്സ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് ദി ക്യൂട്ടിക്കിൾ. ഈ ക്യൂട്ടിക്കിളിൻ്റെ മേലെയായിട്ട് വാക്സ് പല പ്ലാന്റ്സിൻ്റെ മേലെയും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതെന്തിനായിരിക്കും? നമുക്കറിയാം ക്യൂട്ടിക്കിൾ എന്തിനായിരുന്നു? പ്രൊട്ടക്ഷൻ നൽകുന്നു അല്ലേ. അതുപോലെ വാട്ടർ റിപ്പല്ലൻ്റ് ആണ്. അപ്പം അതിൻ്റെ മേലെ വാക്സ് ഡെപ്പോസിറ്റ് ചെയ്താൽ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നൽകും. അതുപോലെ അഡീഷണൽ വാട്ടർ റിപ്പല്ലൻ്റ് ലെയർ ആയിട്ട് ഫോം ചെയ്യും ഇൻ ലീവ്സ്, സ്റ്റെംസ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. വാക്സ് ഫോംഡ് ബൈ പ്ലാന്റ്സ് മേ ബി കൊമേഴ്ഷ്യലി യൂസ്ഫുൾ. നമുക്കറിയാം നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് വാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്ലാന്റിൻ്റെ മേലെ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ആയിട്ട് വാക്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് അറിയാം ഷൂ പോളിഷിന് അതുപോലെ പലതിനും വാക്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ. ഈ പ്ലാന്റിൻ്റെ പേര് കോപ്പർനീഷ്യ സെറിഫറ എന്നാണ്. ഇതിനെ പറയുന്ന വേറെ പേരാണ് ബ്രസീലിയൻ വാക്സ് പാംസ് എന്ന്. ഇവയുടെ ലീവ്സിൻ്റെ മേലെ ഒരുപാട് വാക്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് കർണോബ വാക്സ് എന്ന് പറയുന്നത്. സോ ഈ വാക്സ് ഫോട്ടോഗ്രാഫ് റെക്കോർഡ്സിനും അതുപോലെ വേരിയസ് പോളിഷസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്.
അടുത്തതാണ് സുബേറിൻ. സുബേറിനും ഒരു ഫാറ്റി മിക്സ്ചർ തന്നെയാണ്. അതായത് ക്യൂട്ടിൻ പോലെ തന്നെയാണ് ഏകദേശം കോമ്പോസിഷൻ വരുന്നത്. ആൻഡ് ഇവരും ചില സെൽ വാളിൻ്റെ മേലെ ഇറ്റ് ഫോംസ് എൻ എൻകസ്ട്രേഷൻ ഓർ എ ലെയർ ഓവർ പ്രൈമറി സെല്ലുലോസിക് വാൾ ഓഫ് പ്രൊട്ടക്റ്റീവ് സെൽസ് ഓർ കോർക്ക് സെൽസ്. കോർക്ക് സെൽസിൽ സുബേറിൻ ഡെപ്പോസിഷൻ പ്രസൻ്റ് ആയിരിക്കും. കോർക്ക് സെൽസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കുന്നതായിരിക്കും. ഔട്ടറുമായിട്ട് കാണുന്നതാണ് കോർക്ക് സെൽസ്. പ്ലാന്റിന് എപ്പിഡെർമിസ് കുറച്ച് കഴിഞ്ഞാൽ റപ്ചർ ചെയ്യലുണ്ടാകും. സോ അവർക്ക് പകരം ഒരു അഡീഷണൽ ആയിട്ടൊരു പെരിഡേം എന്ന് പറയുന്ന ഔട്ടർ കവറിങ് ഫോം ചെയ്യുന്നുണ്ടാകും. സോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെൽസാണ് കോർക്ക് സെൽസ്. കോർക്ക് സെൽസിൽ സുബേറിൻ ഡെപ്പോസിഷൻ ഉണ്ടാവും. ദെൻ അടുത്ത സുബേറിൻ്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത് ദേ ഫോം കാസ്പേരിയൻ സ്ട്രിപ്സ് ഇൻ എൻഡോഡെർമിസ്. അതായത് ഇതിപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ജസ്റ്റ് ഒരു റഫായിട്ടുള്ള ഡയഗ്രമാണ്. നിങ്ങൾക്ക് എപ്പിഡെർമിസ് കാണാൻ പറ്റും. ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ലെയറിനെയാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. എപ്പിഡെർമിസിൻ്റെ ഉള്ളിലായിട്ടാണ് കോർട്ടെക്സ് കാണുന്നത്. കോർട്ടെക്സ് തന്നെ മേലെ ഇന്നർ കോർട്ടെക്സും ഉണ്ടാവും, ഔട്ടർ കോർട്ടെക്സും ഉണ്ടാവും, ഇന്നർ കോർട്ടെക്സും ഉണ്ടാവും. ഈ കോർട്ടെക്സിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിനെയാണ്, ഏറ്റവും താഴെയുള്ള ലെയറിനെയാണ് നമ്മൾ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബ്ലൂ കളറിൽ കൊടുത്തതാണ് എൻഡോഡെർമിസ്. ഫസ്റ്റ് എപ്പിഡെർമിസ് ഉണ്ടാവും, ദെൻ കോർട്ടെക്സ് ഉണ്ടാവും. കോർട്ടെക്സിൻ്റെ ഏറ്റവും ഇന്നർ ലെയറിനെയാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് സ്റ്റീലാർ റീജിയൻ ഉണ്ടാവും. സ്റ്റീൽ എന്ന് പറയുന്നത് സൈലം ഫ്ലോയം പിത്ത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സോ ഈ എൻഡോഡെർമിസ് അതായത് കോർട്ടെക്സിൻ്റെ ഇന്നർ ലെയറിൽ അവയുടെ സെൽ വാളിൻ്റെ മേലെ റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ വാളിലായിട്ട്, റേഡിയൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വാളിലായിട്ട് സുബേറിൻ ഡെപ്പോസിഷൻ പ്രസൻ്റ് ആയിരിക്കും. ഏതിൽ? എൻഡോഡെർമിസിൽ. ഇതിനെയാണ് കാസ്പേരിയൻ തിക്കനിങ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് വലുതാക്കി സൂം ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ബ്ലൂ കളറിലായിട്ട് കാണുന്നതാണ് എന്ത്? എൻഡോഡെർമിസ്. അതിന് ഒരു ബ്ലാക്ക് റേഡിയൽ വാളിലായിട്ട് ഒരു ബ്ലാക്ക് ഡെപ്പോസിഷൻ കണ്ടോ? അതിനെയാണ് എന്ത് പറയുന്നത്? സുബേറിൻ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ എൻഡോഡെർമിസിലുള്ള സുബേറിൻ ഡെപ്പോസിഷനെയാണ് കാസ്പേരിയൻ തിക്കനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ ഇവരെന്താണ്? വാട്ടർ ടൈറ്റ് ഡാം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സുബേറിൻ സ്ട്രിപ്സ് കോൾഡ് കാസ്പേരിയൻ സ്ട്രിപ്സ് ആർ സീൻ ഓൺ ദി റേഡിയൽ വാൾ ഓഫ് ദി എൻഡോഡെർമിസ് ഓഫ് യങ് റൂട്ട്സ് ആൻഡ് സം സ്റ്റെംസ്. ഇവരെന്താണ്? വാട്ടർ, അതായത് ആ സെൽ വാളിൽ കൂടി വെള്ളത്തിനെ ഉള്ളിലെന്താ ഉള്ളത്? സ്റ്റീലാർ റീജിയനാണ്. ഈ സ്റ്റീലിലോട്ടേക്ക് കടത്തി വിടില്ല സെൽ വാളിൽ കൂടി. അപ്പം വെള്ളത്തിനൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ അവരുടെ പ്രോട്ടോപ്ലാസം വഴി മൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അടുത്ത സെൽ വാൾ മെറ്റീരിയലാണ് എന്ത്? ലിഗ്നിൻ. ഓക്കെ, ലിഗ്നിൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പോളിമറാണ്. നമ്മുടെ വുഡ് നോക്കിയാൽ പ്ലാന്റിൻ്റെ വുഡ് ഉണ്ടാവില്ലേ, അവരുടെ 17 to 30% എന്തായിരിക്കും? ലിഗ്നിൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ലിഗ്നിൻ എന്ന് പറയുന്നത് ഷുഗർ, ഫിനോളിക് കോമ്പൗണ്ട്സ്, ആൽക്കഹോള്, അമിനോ ആസിഡ്സ് ഒക്കെ കൂടി ചേർന്നിട്ട് ആണ്. പിന്നെ ലിഗ്നിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡറി വാൾ ഫോർമേഷൻ ഒക്കെ. സോ ഈ സ്ക്ലീറൻകൈമ സെൽസിൻ്റെ ഒക്കെ സെക്കൻഡറി വാളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലിഗ്നിനാണ്. സോ മരത്തിൻ്റെ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ആ ഒരു മരത്തിൻ്റെ ഒരു 17 to 30% വുഡ് എന്ന് പറയുന്നത് ലിഗ്നിനായിരിക്കും. ആൻഡ് ദേ ബിലീവ് ടു ഫങ്ഷൻ ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ ഫോർ ഹോളോ സെല്ലുലോസ് ഫൈബേഴ്സ്. ഈ ഹോളോ സെല്ലുലോസുമായിട്ട് ലിഗ്നിൻ ക്ലോസ് അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. ഹോളോ സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് സെല്ലുലോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, ഹെമി സെല്ലുലോസ് വേറൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഇവ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു കാർബോഹൈഡ്രേറ്റ് ആണ് ഹോളോ സെല്ലുലോസ്. സോ അവർക്ക് ബൈൻഡ് ചെയ്യുന്ന ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ലിഗ്നിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ടൈപ്പ് ഓഫ് സെൽ വാൾ അഡീഷണൽ സെൽ വാൾ മെറ്റീരിയലാണ് കാലോസ്. കാലോസ് എന്ന് പറയുന്നത് നമ്മൾ സെല്ലുലോസ് പറഞ്ഞു ഒരു പോളിമറാണ്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ട് ഫോം ചെയ്യുക ബൈ യൂസിങ് β1 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അങ്ങനെ ഫോം ചെയ്ത പോളിമറാണ് സെല്ലുലോസ്.
കാലോസും അതുപോലെ തന്നെ ഇങ്ങനെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൂടിച്ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു പോളിമറാണ്. ഓക്കെ, അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പോളിമറാണ്. ഇവരെവിടെയാണ് കാണുക? ഫംഗസ് ഇല്ലേ, ഫംഗസിൻ്റെ സെല്ലിലായിട്ട് കാണും. അതുപോലെ പോളൻ ട്യൂബ്സിലും പ്രസൻ്റ് ആയിരിക്കും. പോളൻ ട്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, പോളിനേഷൻ്റെ ടൈമിൽ പോളൻ ഗ്രെയിൻസിലാണ് മെയിൽ ഗമീറ്റ്സ് ഉള്ളത്. സോ ഈ പോളൻ ഗ്രെയിൻസ് പോയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിട്ടുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ എവിടെ പോയിരിക്കും? സ്റ്റിഗ്മയിൽ പോയിരിക്കും. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഇത് മൂന്നും കൂടിയതല്ലേ ഗൈനീഷ്യം എന്ന് പറയുന്നത്. സോ ഇവയുടെ സ്റ്റിഗ്മയിൽ ഈ പോളൻ ഗ്രെയിൻസ് പോയിട്ട് എങ്ങനെയെങ്കിലും വിൻഡ് വഴി അല്ലെങ്കിൽ ഇൻസെക്റ്റ് വഴി ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴി ഈ സ്റ്റിഗ്മയിൽ പോയി അറ്റാച്ച് ചെയ്യും. സ്റ്റിഗ്മയിലെത്തിയാൽ പോളൻ ഗ്രെയിന് ജേർമിനേറ്റ് ചെയ്യും, എന്നിട്ടൊരു ട്യൂബ് ഫോം ചെയ്യും, പോളൻ ട്യൂബ്. സോ ഈ പോളൻ ട്യൂബിൽ കാലോസ് പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ എപ്പിഡെർമൽ സെൽസിൻ്റെ പിറ്റ്സിലായിട്ടും കാലോസ് പ്രസൻ്റ് ആയിരിക്കും. ദെൻ അടുത്തത് കാലോസ് പ്രസൻ്റ് ആയിട്ടുള്ളത് പറയുന്നത് സീവ് ട്യൂബ്സിലാണ്. സീവ് ട്യൂബ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡ് കണ്ടക്ട് ചെയ്യുന്ന ടിഷ്യൂസാണ്. നമ്മളിതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഫ്ലോയത്തിന് ഒരു കോമ്പൗണ്ട് ടിഷ്യൂ ആണ്, കോംപ്ലക്സ് ടിഷ്യൂ ആണ്. പല ടൈപ്പ് ഓഫ് സെല്ലുകൾ കൂടി ചേർന്നതാണ്. അതായത് സീവ് സെല്ല്, സീവ് ട്യൂബ്, അതുപോലെ ഫ്ലോയം പാരങ്കൈമ, ഇങ്ങനെ ഫ്ലോയം ഫൈബേഴ്സ്, ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഫ്ലോയം ഉണ്ടാവുന്നത്. സോ അതിലുള്ള ഇതാണ് സീവ് ട്യൂബ്സ്, ഒരു ഫ്ലോയം സെല്ലാണ്. ഓക്കെ, ഈ സീവ് ട്യൂബ്സിൻ്റെ സീവ് പ്ലേറ്റിലായിട്ടായിരിക്കും, അതായത് അവർക്ക് നമ്മൾ പഠിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ ഈ സീവ് ട്യൂബ്സിൽ കാലോസ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയ്ക്കുമാണ് നമ്മളുടെ സെൽ വാളിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അഡീഷണൽ ആയിട്ടുള്ള കെമിക്കൽസിനെ കുറിച്ച് പറയാനുള്ളത്.